അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാനൊരു പരിഭ്രമപാത്രമാക്കും. അതൊരു ഭാരമുള്ള കല്ലായി വെക്കുക. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവാൽക്കപ്പെടുക. ചൈനയുടെ സിൽക്ക് പാത കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, അത് ചൈന വഴി യൂഫ്രട്ടീസ് ടൈഗ്രീസ് കടന്നാൽ ഇസ്രയേലിലെത്താൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ അറബ് രാഷ്ട്രങ്ങൾ, ഇന്നത്തെ ഉക്രൈൻ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ തന്നെ റഷ്യ, ചൈന, അതുപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രയേലിനെ ആക്രമിക്കുമോ? ബൈബിളിനകത്തുണ്ട്. യെസക്കേൽ പ്രവചനം 38, 15, 16 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ രാത്രി പരിസമാപ്തിയാവും. യെസക്കേൽ പ്രവചനം 38, 15, 16 വാക്യങ്ങൾ. നീയോ വായിച്ചോട്ടെ മക്കൾ. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും, ഈ റഷ്യ, ചൈന, അറബ് രാജ്യങ്ങൾ ഒരു മഹാസമൂഹമായി മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്നും വടക്കേ അറ്റത്തു നിന്നും തന്നെ, സിറിയയിൽ നിന്നും, നിന്റെ ദിക്കിൽ നിന്നും വടക്കേ അറ്റം ഗോലാൻ, ആ സിറിയയിൽ ഗോലാൻ വഴിയാ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നത്. ബൈബിളും പ്രവചനവും. അടുത്ത വാക്ക്, ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. എന്റെ ജനമായ ഇസ്രായേലിന് നേരെ റഷ്യയെ നീ വരും, എന്റെ ജനമായി ഇസ്രായേലിന് നേരെ. അടുത്ത വാക്ക്, ഗോഗേ ഗോഗേ റഷ്യയെ അന്ത്യകാലത്ത് ജാതികൾ കാണുകേ, അന്ത്യകാലത്ത് ഉലകം കാണുകേ, ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കേണ്ടവന് അവർ എന്നെ അറിയേണ്ടതിന് യേശുവിന്റെ മുഖത്തേക്ക് അവർ നോക്കാൻ പോകുന്നു. മേഘം. എന്താ മേഘം? റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് മേഘമോ? അത് കാർമേഘമല്ല, മിന്നലുള്ള മേഘമല്ല, മേഘം. മേഘത്തിന്റെ മലയാളമായ യുദ്ധവിമാനം. ശംഖുമുഖത്ത് എയർ ഷോ ഉണ്ട്. അവിടെ നാവികസേനയുടെ, വ്യോമസേനയുടെ വിമാനങ്ങൾ വരും. എയർ ഇന്ത്യയുടെ വിമാനം വെള്ളയും ചുവപ്പും ഒക്കെ വരും. എമിറേറ്റ്സിന്റെ പച്ചയും ചുമപ്പും വരും. ഇൻഡിഗോയുടെ നീല വരും. പക്ഷേ മേഘം, കാർമേഘം പോലെ വിമാനം കയറി വരും. എന്നാ വിമാനം കണ്ടുപിടിച്ചത്? ഇവിടുത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. 1903 അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ ഇർബിയിലും ഓർമ്മയിലും ആ വിമാനം കണ്ടുപിടിച്ചത്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് വിമാനം എന്തുവാ, സ്പെയർ പാർട്സ് എന്തുവാന്ന് അറിയുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം എസക്കേലിനോട് പറഞ്ഞ് എഴുതിക്കോ, ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ കയറി വരും. അതിന്റെ സാമ്പിള ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. ഒറ്റ രാത്രിയാ ഉക്രൈൻ്റെ മണ്ണിലേക്ക് 400 റഷ്യയുടെ ഫൈറ്റർ ഇറങ്ങിയത്. അങ്ങനെയെങ്കിൽ ഇസ്രയേലിന്റെ മണ്ണിൽ 21 രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്നതായി ഇസ്രയേൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. തൊട്ടടുത്ത് റഷ്യ കിടപ്പുണ്ട്, ഇപ്പുറത്തുനിന്ന് അഫ്ഗാനുണ്ട്, ഇറാനുണ്ട്, പാകിസ്ഥാനുണ്ട്, സകല രാഷ്ട്രങ്ങളുമുണ്ട്. ഇവരുടെ മണ്ണിലേക്ക് വന്നാൽ അന്നത്തെ സ്ഥിതി എന്താവും? 1 കോടി പേരെ ഇസ്രയേലിലുള്ളു, 800 യുദ്ധവിമാനങ്ങളുള്ള അവൻ നിലവിളിക്കുന്ന ഒരു കാഴ്ച വരാൻ പോകുന്നു. ഈ യുദ്ധം എവിടെ നടക്കും? ആരതിൽ പങ്കെടുക്കും? അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രയേലിന് നേരെ വരും. വായിക്കാം യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം 9, 11 വാക്യങ്ങൾ. 3-ാം ലോകമഹായുദ്ധം എവിടെ വെച്ച് തുടങ്ങും? യോവേൽ പ്രവചനം 3-ാം അധ്യായം 9, 11 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. അറബ് ലീഗ്. അടുത്തത്, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം. ഞാൻ ഒരു മതത്തെയും കുറ്റം പറയത്തില്ല. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒരു മതമേ ഉള്ളൂ. അവരുടെ പേരാ ഇസ്ലാം മതം. അവരതിന് വിളിക്കുന്ന ജിഹാദ്. പച്ചയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ നിൽക്കും. അതിൻ്റെ ചാല ഇന്ന് റഷ്യയുടെ കൂടെ സൗദി അറേബ്യയും ഇറാനും ചേരുന്നു. അന്ത്യദിനങ്ങൾ. ഇനി അടുത്തത് യുദ്ധം എവിടെ നടക്കും? ഈ യുദ്ധം നടക്കുന്ന ഒരു താഴ്വരയുണ്ട്. ജാതികളെ വായിച്ചാട്ടെ. യോവേൽ 3:11. അന്ത്യകാലം വായിക്കാം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ, ഇസ്രയേലിന്റെ ചുറ്റും ഈജിപ്റ്റ്, സിറിയ, ലബനോൻ, ആഫ്രിക്കയുടെ യമൻ, എല്ലാവരും എഴുന്നേറ്റ് വരാൻ പോകുന്നു. ചുറ്റുമുള്ള സകല ജാതികളുമേ ബന്ധപ്പെട്ട് വന്നുകൂടുവീൻ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണം. ജാതികൾ വായിച്ചാട്ടെ. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തിയാട്ടെ. യഹോശാഫാത്ത് താഴ്വര. ഒലിവുമലയുടെയും ജെറുസലേമിന്റെ ഇടയ്ക്ക് നടക്കുന്ന യഹോശാഫാത്ത് താഴ്വരയില അന്തിമ യുദ്ധം. സകല ആൾക്കാരും ഇസ്രയേലിനെതിരെ ആക്രമിക്കാൻ അവിടുന്ന് ഒരു കാലമായി. കൃപ പ്രാപിച്ച ദൈവമക്കളെ,
ഇസ്രയേലിൻ്റെ മണ്ണിനകത്ത് റഷ്യയുടെ വിമാനങ്ങൾ, ചൈനയുടെ വിമാനങ്ങൾ, അറബ് ലീഗിൻ്റെ വിമാനങ്ങൾ ഇതെല്ലാം വന്നാൽ, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, അയൺ ഡോം അനങ്ങത്തില്ല, അവൻ്റെ മിലിറ്ററിക്ക് പൊങ്ങാൻ പറ്റാതെ വരും. സകല വിമാനങ്ങളും മേഘം പോലെ ഇസ്രയേലിൻ്റെ നേരെ കയറി വരും. അന്ന് അവനൊരു രക്ഷയില്ല. എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് അന്നൊരു നിലവിളി ഇസ്രായേൽ പാളയത്തിൽ ഉയരാൻ പോന്നു. സെക്കറിയാ പ്രവചനം 12:9-10 വചനം പഠിച്ചുകൊണ്ടേ നിങ്ങൾ ഇറങ്ങാവൂ. ഇനി ഞാൻ ചെറിയ കൊല്ലയിൽ അടുത്ത മാസം വരുന്നുണ്ട്, ഇത് പ്രസംഗിക്കത്തില്ല. ഇപ്പോൾ ഉണ്ടങ്കോട് ഞാൻ പ്രസംഗിച്ച ചാറ്റ് GPT ഇൻ്റർനെറ്റ് മടർന്നോ. ഉണ്ടങ്കോട് വന്നവർക്കറിയാം, വെളിപ്പാടാണ് പ്രസംഗിച്ച്. അന്ന് പലരും ചോദിച്ചു ഇത് തന്നെ അന്നോ പുലി ഇവിടെ പഞ്ചാകുടി. ഞാൻ പറഞ്ഞു ഇത് തൊടത്തേ ഇല്ലെന്ന് പറഞ്ഞു. സ്വോത്രം. ഇനി എന്താ പ്രസംഗിക്കുന്നത്? ഇനി അടുത്തത് നമ്മുടെ ചെറിയ കൊല്ലയില 2 രാത്രി. അന്ന് ഇതുവല്ല പ്രസംഗിക്കുന്നത്, അടുത്ത സംഭവം വേറെയാ പ്രസംഗിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേ വേണ്ട. അതുകൊണ്ട് ഇന്ന് നോട്ട് ചെയ്ത് വെച്ചോ. യഹൂദൻ അന്ന് എന്ത് ചെയ്യും? ഇന്ന് ഗമിച്ച് നിൽക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഉക്രൈനെ, ഇന്ത്യനെ എല്ലാത്തിനെ സഹായിച്ച് ലോകരാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കുന്ന യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. വായിക്കാൻ പോളെ സെക്കറിയാ പ്രവചനം 12:9-10 എല്ലാം പ്രവചനം. സെക്കറിയാ പ്രവചനം 12:9-10. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെ നശിപ്പിക്കാൻ നോക്കും. എല്ലാവരെയും നശിപ്പിക്കാൻ നോക്കും. അടുത്ത വാക്ക്, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും ഇന്നത്തെ ഇസ്രായേൽ നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. യഹൂദൻ നിലവിളിക്കും. അടുത്തതാ എന്റെ പ്രസംഗം ഇന്ന് രാത്രി. അവർ വായിച്ചാട്ടെ, തങ്ങൾ കുത്തിയിട്ടുള്ളവങ്ങളിലേക്കും അവർ നോക്കും. അടുത്ത വാക്ക്, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആരാ കുത്തിയത്? മിണ്ടുന്നില്ലല്ലോ. പീലാത്തോസിന്റെ അരമന. പെന്തിക്കോസുകാർ എത്ര പേരുണ്ട്? CSIക്കാരുണ്ട്. ആരാ? 2 കൂടുകൾ. 1 മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകരായ യേശു ക്രിസ്തു. 2 ബറബാസ്. ഈ യഹൂദൻ വിളിച്ചു പറഞ്ഞെന്താ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. സ്വോത്രം. ആ കുത്തിയ മങ്കലേക്ക് അവർ നോക്കും. ഇന്നവർ അവനെ അറിയുന്നില്ല. അപ്പോൾ യുദ്ധ ദിവസത്തിൽ ആരാ? വീരനെ പോലെ കർത്താവ് വരും. യുദ്ധം കർത്താവ് ഏറ്റെടുക്കും. 3-ാം ലോകമഹായുദ്ധം. ഇന്ന് രാത്രി ആരാ നമ്മുടെ ദൈവം? കണ്ണുനീരിനെ മാനിക്കുന്ന നല്ലൊരു ദൈവം. എത്ര പേർക്ക് കാര്യം അറിയാം? സ്വോത്രം. പണ്ട് പറവോന്റെ കട്ടക്കളത്തിൽ ഊഴിയവിചാരകന്മാരുടെ ചാട്ടവാറേക്കുമ്പോൾ വാഗ്ദത്തമുള്ളൊരു പൈതലുണ്ടായിരുന്നു. അവൻ്റെ പേരാ മോശ. മോശയെ പറ്റി എത്ര പേർക്കറിയാം? സ്വോത്രം. 3 മാസം വരെ അമ്മയും പെങ്ങളുമെല്ലാം മറച്ചു. പിന്നത്തതിൽ അവൻ്റെ ലാളാ നിലവിളി കേട്ട് കഴിഞ്ഞാൽ പറവോന്റെ പട്ടാളക്കാർ പിടിക്കും. എന്താ സംഭവിച്ചതെന്നറിയാമോ? മോശക്കുഞ്ഞിനെ നൈൽ നദിക്കകത്ത് ഒരു പെട്ടകത്തിനകത്ത് കൊണ്ടുവന്ന് പശയും കീലും തേച്ച് മിരിയാം ദാ നിൽക്കുക. ഈ നൈൽ നദിക്കകത്ത് പെട്ടകം അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങി. ആകെ 3 മാസം പ്രായമുള്ളൊരു കുഞ്ഞാ പെട്ടകത്തിനകത്ത് കരയാൻ തുടങ്ങി. ഓളങ്ങൾ ആഞ്ഞടിച്ചു. അവൻ്റെ കണ്ണുനീര്, സഹോദരിയുടെ നിലവിളി എവിടെ ചെന്നെന്നറിയാമോ? പറവോന്റെ കൊട്ടാരത്തിനകത്ത് ചെന്നു. ഇന്ന് രാത്രി വിളിച്ചു പറയണ, പഴയ ഉമ്മൻചാണ്ടി സാറിൻ്റെ മക്കൾ വെള്ളറുടെ തോട്ടി കുളിക്കാൻ വരുമോ? ഇല്ല. സഖാവ് പിണറായി വിജയൻ്റെ മക്കൾ വെള്ളറുടെ തോട്ടി കുളിക്കാൻ വരുമോ? എന്നാൽ വാഗ്ദത്തമുള്ളവൻ നൈൽ നദിക്കകത്ത് കരയാൻ തുടങ്ങിയപ്പോൾ കരമുയർത്തിയാട്ട് പറവോന്റെ കൊട്ടാരത്തിനകത്തുനിന്ന് സ്വന്തം പുത്രിയെ കുളിക്കടവിലേക്ക് അയച്ച് ഇന്ന് രാത്രി കണ്ണുനീരിനെ മാനിക്കുന്ന നല്ല ദൈവ. സ്വോത്രം. ഇന്ന് രാത്രി നിങ്ങൾ ഈ വെള്ളറുടെ DDRC ലാഭമുണ്ട്. എനിക്ക് വെള്ളറുടെ നല്ലതുപോലെ അറിയാം. ഇപ്പം എന്താണ്ട് ഇവിടെ മറ്റേ കരക്കോണത് സിയോൺ ലാഭമോ എത്ര ലാഭമുള്ളത്? അവിടെ മനുഷ്യൻ്റെ കാല്, കയ്യ്, തൊക്ക്, അത് കഴിഞ്ഞിട്ട് തലമുടി, പല്ല്, നഖം ഏത് കൊടുത്താലും ടെസ്റ്റ് ചെയ്യും. കാശ് കൊടുത്താൽ മതി. സ്വോത്രം. അങ്ങനെ ടെസ്റ്റ് ചെയ്യും. ഏതെങ്കിലും ലാബിൻ്റെ മുമ്പിൽ കണ്ണുനീര് ടെസ്റ്റ് ചെയ്തെന്ന് എഴുതിയാൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗം അവസാനിപ്പിക്കാം. എന്നാൽ ഇന്ന് രാത്രി പഞ്ചാങ്കുടിയോട് ഞങ്ങൾക്ക് പറയാം, അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബുണ്ട്. ആ ലാബിനെ നോക്കിയാൽ ഞങ്ങൾ പാടുന്നത്, ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ എൻ സഹായം ഇവിടെ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. മക്കളെ, അവിടെ ലോക്ക്ഡൗൺ ഇല്ല, ക്വാറന്റൈൻ ഇല്ല. ആഴ്ച 7 ദിവസവും വർക്കിങ്, 24 മണിക്കൂർ അത് തുറന്നിരിക്കുക. വർഷം 365 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു ലാബിന് ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതാ അപ്പച്ചൻ്റെ സന്നിധി. ബഹുമാന്യനാം ആചാര്യനായി വാനിലവൻ വാഴുകയാൽ ഇന്ന് രാത്രി. അതുകൊണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾ പാടിയില്ലേ, നിങ്ങൾക്ക് സന്തോഷമില്ല? താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്നുള്ള ഭീതിയില്ല. വചനം ഏറ്റെടുക്കുന്നവർക്കായി സ്വോത്രം. യഹൂദൻ്റെ നിലവിളി ഉയരും. യഹൂദൻ്റെ നിലവിളി ഉയർന്നാൽ അന്നൊരു സംഭവം ഇവിടെ നടക്കും. ആ സംഭവത്തിന് വേണ്ടി ഞാൻ പ്രസംഗിക്കുന്നത്. അന്ന് ഇസ്രായേലിൽ ഒരു സംഭവം നടക്കാൻ പോതോ. വായിക്കാം. സെക്കറിയാ പ്രവചനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം എടുത്താട്ടെ. ഇന്ന് രാത്രി പ്രസംഗത്തിന് വേണ്ടി ഇത്രയും കറങ്ങിയത് യഹൂദൻ്റെ നിലവിളി. യഹോശാഫാത്ത്
യോസഫ് താഴ്വരയിൽ ഒലിവുമലയിൽ എന്ത് നടക്കും? സെക്കറിയാ പ്രവചനം 14:4 വായിച്ചാട്ടെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നെടുകെ പിളർന്നു പോകും. മതി യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. സ്വോത്രം. ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോവാ. ഇത് നാട്ടുകാരും കേൾക്കണം. 2009 ഒലിവുമലയിൽ ഇന്നാകെയുള്ളൊരു ഹോട്ടലാണ് സെവനാർച്ച് റിസോർട്ട്. നാട്ടുകാർ കേൾക്കട്ടെ, ഇതെല്ലാം ലോകം അറിയണം. അവിടെ നല്ല സ്ഥലമാണ്. റിസോർട്ട് പണിയാനായിട്ട് ഫ്രാൻസും ബ്രിട്ടനും വന്ന് ഒരു കമ്പനി 100 വർഷത്തേക്ക് സ്ഥലം എടുക്കാൻ തോന്നി. വെള്ളറടയിൽ ഒരു വലിയ കെട്ടിടം പണിയണേ പൈലിംഗ് ഭൂമി കുഴിക്കണം. എന്നിട്ടാണ് കോൺക്രീറ്റ് ഇട്ട് 20-30 നില കെട്ടിടം. എഞ്ചിനീയർമാർ, മുനിസിപ്പാലിറ്റി, മൈനിങ്, ജിയോളജി അവരെല്ലാം വരണം. നമ്മുടെ വീട് വെക്കാനാന്നേ പൈലിംഗ് ഉണ്ടോ? ഒരു കുറ്റി അടിക്കും, ആശാരി വരും, JCB വരും, കല്ല് പറക്കിയിടും, വീട് വെക്കും. സ്വോത്രം. പക്ഷേ വലിയ കാര്യം ചെയ്യണേ പൈലിങ്. 2009 നാട്ടുകാർ കേൾക്കട്ടെ, 2009 പൈലിങ് നടത്തിയപ്പോൾ ഒലിവുമലയുടെ അടിവാരം ചെറുതായിട്ട് വിള്ളൽ, അടിയിൽ നമ്മുടെ നാഗർകോവിൽ എക്സ്പ്രസ് വരുന്നവരൊരു മൂളലും. സ്വോത്രം. എഞ്ചിനീയർമാർ പറഞ്ഞു, ഫ്രാൻസുകാരോട് പറഞ്ഞു, പൈസ മേടിച്ച് സ്ഥലം വിട്ടോളാം. സ്വോത്രം. ഇവിടെ റിസോർട്ടൊന്നും പണിയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഒലിവുമലയുടെ അടിയിൽ ട്രെയിൻ വരുന്ന പോലെ മൂളൽ തുടങ്ങി. നമ്മൾക്ക് ഇവിടെ കയ്യടി പോലും തുടങ്ങിയില്ല. സ്വോത്രം. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ പാടുന്ന പ്രിയന്റെ വരവിന് ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല 2 കിഴക്ക് പടിഞ്ഞാറായി പിളരും. ബാക്കി കാര്യമൊന്നും പറയുന്നില്ല. മക്കളെ, ആ ശബ്ദം അവിടെ മണിനാദം മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ കാന്തന്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങ്. എത്ര പേർക്ക് ഇന്ന് രാത്രി വെള്ളരുടെ സന്തോഷമുണ്ട്? ഇവിടെ കയറി വരുവേ. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ യേശു പോയതുപോലെ മടങ്ങി വരും. സ്വോത്രം. ആ സുദിനം ഈ തലമുറയിൽ വരാറായി. യെരൂശലേമേ, നീ ഒരു പരിഭ്രമപാത്രം. യെരൂശലേമേ, നീ ഭാരമുള്ള കല്ല്. ഇന്ന് രാത്രി അടുത്തൊരു വാക്യം, അന്ന് എന്ത് സംഭവം നടക്കും? എസെക്കേൽ പ്രവചനം 38, 19, 20 വാക്യങ്ങൾ. അത് വായിച്ചാട്ട് മക്കള്. അന്ത്യദിനങ്ങൾ. എസെക്കേൽ 38, 19, 20. 5 മിനിറ്റോടെ വചനം ആരാധനയോട് നിർത്താം. എസെക്കേൽ 38, 19, 20 വായിച്ചാട്ട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. തമ്പുരാന്റെ കാൽ ചവിട്ടുമ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. അടുത്ത വാക്ക്, ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്യുന്ന. അടുത്ത വാക്ക്, അങ്ങനെ സമുദ്രത്തിലെ മത്സ്യം ആകാശത്തിലെ പറവയും. നിക്കട്ടെ മക്കളെ, സമുദ്രത്തിലെ മത്സ്യം ഇത് ക്ലിയർ ആയി കൊടുക്കണം. സമുദ്രത്തിലെ മത്സ്യം പൂവാറിലെ അയിലയും ചാളയല്ല. സമുദ്രത്തിനകത്ത് സുനാമി അടിച്ചപ്പോൾ കപ്പലുകൾ തകർന്ന പോലെ ഭൂകമ്പം ഉണ്ടായുമ്പോൾ ഈ നാവികസേനയുടെ കപ്പൽ മുഴുവൻ തകരും. അന്ത്യകാലം. അടുത്തത് ആകാശത്തിലെ പറവ. നാട്ടുകാർ കേൾക്കണം. ആകാശത്തിലെ പറവ പരുന്തും കഴുകനുമല്ല, വിമാനം താഴെ ഇറങ്ങാൻ പറ്റത്തില്ല. ശംഖുമുഖത്തും ചാക്കയിലും ഭൂകമ്പം ഉണ്ടായ റൺവേ തകർന്ന ഏത് വിമാനം ഇറങ്ങാൻ പറ്റും? സ്വോത്രം. വലിയ ഭൂകമ്പം. ഒന്നീ താഴെ ഇറങ്ങിയാൽ തകരും, അല്ലെ ഫ്യൂവൽ തീർന്ന് കത്തി താഴെ വീഴും. സമുദ്രത്തിലെ മത്സ്യം, അത് കഴിഞ്ഞ് ആകാശത്തിലെ പറവ. അടുത്ത വാക്ക്, കരയിൽ വായിച്ചാട്ട്. കാട്ടിലെ മൃഗം, സകല തീവ്രവാദികൾ. സ്വോത്രം. IS, താലിബാൻ. ഇപ്പം നമ്മുടെ സഹോദരന്മാർ 5 പേർ ഇറങ്ങിയില്ലയോ? വല്ലവർക്കും അറിയത്തില്ലയോ? 5 സഹോദരന്മാർ ഇടുക്കിയും പാലക്കാട്ടും ഇറങ്ങി. ആരാ? അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, പടയപ്പ, അത് കഴിഞ്ഞിട്ട് PT7 എല്ലാവരും ഇറങ്ങി. സ്വോത്രം. അന്ത്യകാലമായില്ലേ? കാട്ടുമൃഗങ്ങൾ ഇറങ്ങിയില്ലേ? മാനസാന്തരപ്പെട്ടു. നാട്ടുകാർ വിചാരിക്കും ബൈബിളിൽ അന്ത്യകാലത്ത് അരിക്കൊമ്പന്, ചക്കക്കൊമ്പന്, ചിന്നക്കൊമ്പന്, പടയപ്പ, പാലക്കാട് PT7, അട്ടപ്പാടി കാറിനെടുത്ത് മറിച്ച് നിലമ്പൂർ കാട്ടി വരുന്നവർക്ക് കപാലിക്കൊമ്പൻ പ്രൈസലോട് കൊടുക്കുന്നു. സ്വോത്രം. എല്ലാവരും ഇറങ്ങിയില്ലേ? സ്വോത്രം. ഇവിടെ നെയ്യാറിന്ന് ഒരു കരടി ആട്ടോ പിടിക്കാതെ കഴിഞ്ഞ ആഴ്ച പുനലാലിലോ പ്രസംഗിച്ച് ചേട്ടൻ്റെ വീട്ടിൽ
വന്നേക്കുന്ന കോഴിയെ പിടിക്കുക, ആട്ടോയിൽ കയറാതെ 20 കിലോമീറ്റർ നടന്നു പുന്നലാലിലേക്ക്. സ്വോത്രം. അത് തീർന്നില്ല, 5 ഇടമളക്കളി കാട്ടുപോത്തിറങ്ങി. സ്വോത്രം. രാവിലെ പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന അച്ചായനെ ശരിയാക്കി. സ്വോത്രം. ടോം സാറിൻ്റെ സ്ഥലം എരുമേലി 2 അച്ചായന്മാരെയാണ് കാട്ടുപോത്ത് കൈകാര്യം ചെയ്ത്. സ്വോത്രം. എല്ലാം ഇറങ്ങിയില്ലേ, അരിക്കൊമ്പൻ, ചിന്നക്കൊമ്പൻ, പടയപ്പ എല്ലാം ഇറങ്ങിയില്ലേ. അന്ത്യകാലമായില്ലേ, കാട്ടിലെ മൃഗങ്ങൾ മൊത്തം ഇറങ്ങും. സ്വോത്രം. എന്നാലും സീരിയലിൽ കാണാൻ പുലിക്ക് ആഗ്രഹമായിട്ട് ബോംബെ സീരിയൽ എടുക്കുന്നിടത്ത് പുലിയും കൊച്ചുമായിട്ട് വന്നിരിക്കുന്നത്. എന്നും TV കണ്ട് പുലി മടുത്തു പോയി. സ്വോത്രം. സീരിയൽ കാണാൻ പുലി ഇറങ്ങിയെന്ന്. സ്വോത്രം. അന്ത്യകാലം കാട്ടിലെ മൃഗങ്ങൾ മൊത്തം ഈ ഭൂകമ്പത്തിനകത്ത് ഇറങ്ങും. അടുത്ത വാക്ക് കരയിലെ. വായിച്ചിട്ട് മോളെ, കരയിലെ. നിലത്തിഴയുന്ന ഇഴജാതി, മൂർഖൻ പാമ്പ്, കരിനാഗമൊന്നുമല്ല, കരപ്പട്ടാളക്കാർ മുഴുവൻ ഈ വിള്ളലുണ്ടാകും. അതിനകത്ത് വീണ് മരിക്കുന്ന ഒരു കാലം വരാറായി. ഇതിന്റെ പേരാ തേർഡ് വേൾഡ് വാർ. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് മോളെ. ഞാൻ ഭൂമിയിലെ ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും. മതി. ഇതിന്റെ പേരാ. നമ്മുടെ പെയ്ത്തോമിന്റെ വാതൊക്കെ എഴുതത്തില്ല, TPM-മാർ എഴുതിയിട്ടുണ്ട്. കുഞ്ഞാടിന്റെ കോപ ദിവസം. കരമുയർത്തിയാട്ടെ. ഡേ ഓഫ് ദ ലോർഡ്. അവരെഴുതി വച്ചിരിക്കുന്ന 2 വാക്യമാ. ഇസ്രായേല്, ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അടുത്ത വാക്യം വീണ്ടും TPM-കാർ എഴുതിയിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ കോപ ദിവസം. അടിയിൽ എഴുതിയിട്ടുണ്ട് ദ ഡേ ഓഫ് ലോർഡ്. ഇന്ന് രാത്രി യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും, അത്തിവൃക്ഷം പെരുങ്കാറ്റ് തീർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീഴും. എന്നാൽ ഇന്ന് രാത്രി പഞ്ചാങ്കുഴിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ കരമുയരുന്നില്ലല്ലോ. നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. രക്ഷയുടെ ത്തിനകത്ത് കയറുന്നവരെ ചേർക്കുവാൻ നീതി സൂര്യനായി രാജാക്കന്മാരുടെ രാജാവായി യേശു വരാറായി. ഇന്ന് രാത്രി എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഇന്ന് നിർത്താൻ, ബാക്കി മറ്റൊരിക്കൽ സമയമില്ല. ഇനി 3-ാം ലോക മഹായുദ്ധത്തിൽ ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ സെക്കരിയാവ് അതുകൂടെ പറയാം. ഇതിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോണോ? വായിക്കാൻ മക്കളെ, സക്കറിയ പ്രവചനം 14:12. ആറ്റം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ. വായിച്ചാട്ടെ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവുന്ന. അടുത്തത്, അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മാംസം. വായിച്ചാട്ടെ മക്കളെ. അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. ആറ്റം റേഡിയേഷൻ. ഞാൻ വരുന്ന കൊല്ലം ജില്ല ചാത്തന്നൂരാ. പരവൂരിലൊരു ദുരന്തം നടന്നു. ആ ദുരന്തമാ പൂറ്റിങ്ങൽ കമ്പം. 138 പേരാ തീർന്നത്. ഞാൻ വെള്ളറുടെ 5 മരങ്കാല CSI കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുമ്പോഴാ സംഭവം. ഞാൻ അവിടെ പോയി. എൻ്റെ സഹോദരൻ്റെ മകൻ ഉന്നത ഉദ്യോഗസ്ഥൻ അന്ന് ആദ്യമായിട്ട് മൂക്കി മാസ്ക് വെച്ചത്. മനുഷ്യൻ്റെ ശരീരം പൊട്ടിച്ചിതറി. ചിലതൊക്കെ മാംസം അവിടെ കിടന്ന്, പിന്നത്തതിൽ ചീഞ്ഞഴുകി. ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈലുള്ളവർ, പഞ്ചാങ്കുഴിയിലുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ യൂട്യൂബിനകത്ത് ചെക്ക് ചെയ്യണം. 24-ലെ PP ജെയിംസ് ഉക്രൈനിലെ ശവം. അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ അളകനന്ദ അടിച്ചാൽ കിട്ടും. 7 മാസമായി യുദ്ധം കഴിഞ്ഞ് വഴി നീള ശവം ചീഞ്ഞഴിഞ്ഞ് കിടക്കുക. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ നിങ്ങളുടെ ശരീരം ചീഞ്ഞഴുകിപ്പോകും. അടുത്തത് കണ്ണിൻ്റെ, മനുഷ്യൻ്റെ കണ്ണ്. വായിച്ചാട്ട് മക്കളെ, നാട്ടുകാരറിയട്ടെ. സ്തോത്രം. വെള്ളറുടെ വിടുതൽ മോക്ഷം രോഷം എല്ലാം ഒന്നുമല്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ട രക്ഷപ്പെട്ടോണം അവസാനത്തെ ടിക്കറ്റായി കൊടുക്കുന്ന. സ്വോത്രം. വായിച്ചാട്ടെ. അവരുടെ കണ്ണുകൾ. വായിച്ചാട്ടെ. അവരുടെ കണ്ണുകൾ. വായിച്ചാട്ടെ. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ഇന്ന് ഓഗസ്റ്റ് മാസം എത്രാം തീയതി? ശബ്ദം ഉയരുന്നില്ലല്ലോ പിള്ളേർ. ഓഗസ്റ്റ് മാസം 8-ാം തീയതി. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഹിരോഷിമ നാഗസാക്കി ദിനം. കേട്ട വല്ലവരും ഉണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന കരം ഉയർത്തിയാട്ട്. അച്ഛൻ്റെ കരം. ബാക്കി ആരും പേപ്പർ വായിക്കുന്നില്ല. സ്വപ്നയുടെ സ്വർണ്ണം നോക്കിക്കൊണ്ടിരിക്കുക. കിട്ടും. സ്വോത്രം. ഹിരോഷിമ നാഗസാക്കി ദിനം. അതിൻ്റെ പ്രത്യേകത എന്താ? 1945 ഓഗസ്റ്റ് 6-8. നാട്ടുകാർ കേൾക്കണേ. 2-ാം ലോക മഹായുദ്ധം. 2 വിമാനങ്ങളാണ് ജപ്പാനിൽ കയറിയത്. നാളെ സ്കൂളിൽ കൊടി ഉയർത്തുമ്പോൾ കാണാം ഹിരോഷിമ നാഗസാക്കി. എനാഗുള, ബോക്സ്കാർ, പ്ലൂട്ടോണിയോ, ലിറ്റിൽ ബോയ് 2 ബോംബായിട്ടത്. 1.5 ലക്ഷം പേരാ മരിച്ചു വീണത് ഹിരോഷിമ നാഗസാക്കി. അറിയാവോ? അന്ന് ചൂടത്ര ബോംബിൻ്റെ 400. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോവാ 9:30 ചോറും പാത്രമായിട്ട്. ആകാശത്ത് നിന്നൊരു മഴവില്ല് വരുന്ന പോലെ വീണത്. അവർ വിചാരിച്ച് ഏതാണ്ട് മഴവില്ലാന്ന്.
ഇത് വീണപ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിലെ ചോറ് പാത്രം ചിതറി. ചൂട് സഹിക്കാൻ വയ്യാതെ ഹിരോഷിമയിലെ നാഗസാക്കിയിലെ കുഞ്ഞുങ്ങളെ എവിടെ ചാടിയെന്നറിയാമോ? കടൽ വെള്ളത്തിൽ ചാടി. വാർത്ത കണ്ടാൽ നിങ്ങൾ കരയും. ചൂട് വെള്ളം കണ്ണിലടിച്ചപ്പോൾ കണ്ണ് താഴെ ഉരുകി വീണു. സ്തോത്രം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ പനച്ചുമൂടെ പഞ്ചാങ്കുഴിയെ ശരീരം പൊട്ടിച്ചിതറും 18,000 ആറ്റമായുധം. 2, കണ്ണ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകും ചൂട് കൊണ്ട്. സ്തോത്രം. ഹിരോഷിമയെ കണ്ടതാ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ജപ്പാനിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം, പോളിയോ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ? കാസർഗോഡ് ഇപ്പം ഞാൻ പ്രസംഗിക്കാൻ പോയി. കരിവേടകം, ബന്തടുക്ക, പാണത്തൂർ, നീലേശ്വരം, അവിടെ ഇവിടെ കേരളത്തിലെ സൂചിച്ചേട്ടർ വല്ലതും പോവുക കട്ട എവിടെ പാന. സ്തോത്രം. അവർക്ക് ആ സ്ഥലം പോലും അറിയത്തില്ല. തലപ്പാടി. ഞാൻ അവിടെ അവസാനം പ്രസംഗിച്ചത് പെരിയ. നിങ്ങൾ കേൾക്കണം. പെരിയ കൂട്ടക്കൊല നടന്ന സ്ഥലത്ത് അവിടെ പോലീസ് SP ഒരിക്കലും പെർമിഷൻ കൊടുക്കില്ല. കൺവെൻഷൻ നടത്താൻ പ്രശ്നമാവുമെന്ന് വിചാരിച്ച് ഞാൻ പെരിയ ചെന്നപ്പോഴേ ഇവിടുത്തെ പേപ്പറുകാർക്കൊന്നും അറിയത്തില്ല. 40 പോലീസുകാരാ പെരിയ കിടക്കുന്നത്. ശരത്ലാലിനും കൃപേശനും കൊന്ന സ്ഥലം കല്യാട്ടുമുക്ക്. അവിടെ സ്വതന്ത്ര സഭ അവർക്കൊരാഗ്രഹം കൺവെൻഷൻ വെക്കാൻ. ഞാൻ കാഞ്ഞങ്ങാട് പലപ്പോഴും പ്രസംഗിച്ചതാണ്. അപ്പോൾ പെർമിഷൻ കൊടുക്കില്ല. അപ്പോൾ തിരുവനന്തപുരത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സമീപിച്ച്, സാറ് ഒരു യോഗം വെക്കാൻ നിങ്ങളെന്താ പെർമിഷൻ കൊടുക്കാത്തത്? അപ്പം പറഞ്ഞു, എവിടത്തേക്കാ? കാസർഗോഡാ. പുള്ളി പറഞ്ഞ് ധൈര്യമായിട്ട് SP ഞാൻ വിളിച്ചിട്ടുണ്ട്, എപ്പോൾ തരുമെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. സ്തോത്രം. അവിടെ പെരിയായി യോഗം വെച്ച് അവരാകെ വിചാരിച്ച് 200 പേരെ വരുമെന്ന്. ഞാൻ ഈ ദക്ഷിണ കേരള മഹാഇടവകയുടെ CSAയുടെ ആദ്യകാല പ്രസംഗനായിരുന്നു. ഇടയ്ക്കാണ് അവർ നമ്മളെ വെട്ടിയത്. അവരെപ്പം ദൈവം വെട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് വെള്ളറുടെ ആറാട്ടുകുടിയും ബദേൽപുരവും മലയങ്കാവും എല്ലാം ഞാൻ നടന്ന് പ്രസംഗിച്ച്. ഞാനായതുകൊണ്ട് CSAയിൽ അവിടെ പോയ അധ്യാപകരെല്ലാം പ്രസംഗം കേൾക്കാൻ വന്നു. ടോം സാറ് 100 കസേരയും കൂടെ വാടകയ്ക്ക് എടുത്തു. 1-ാം ദിവസം. 2-ാം ദിവസം 300 കഴിഞ്ഞ് പെരിയ. പോലീസുകാർ അപ്പുറത്ത് വണ്ടി. ബാക്കി അവിടുത്തെ സകല രാഷ്ട്രീയക്കാർ റോഡിൽ നിന്ന് കേൾക്കുക. ഗ്രൗണ്ടിൽ വരത്തില്ല, ചീനിപ്പളി. ആകെ ഒരു തുണ്ട് സ്റ്റേജും ഉണ്ട്, 2 പാട്ടുകാരും ഉണ്ട്, ഞാനും ഉണ്ട്. സ്തോത്രം. 3-ാം ദിവസം ആയപ്പോൾ 450 കസേരയും. പിന്നെ നിൽക്കാൻ ആളില്ല. യോഗം കഴിഞ്ഞ് രാത്രി എനിക്ക് മംഗള എക്സ്പ്രസ്സിലാണ് ടിക്കറ്റ്. 11:30 എനിക്ക് നീലേശ്വരത്ത് നിന്ന് കയറണം. യോഗം കഴിഞ്ഞ് കട്ടൻ വെള്ളം കുടിക്കാൻ നിന്നപ്പോൾ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ ഒരു കയ്യിൽ കൊടുത്ത ചെറുപ്പക്കാരെ എന്നെ വലിക്കുക. സ്തോത്രം. പാസ്റ്റർ ഇത് കേൾക്കണം. ഞാൻ ചോദിച്ചെന്തുവാ? ഞാൻ മരിക്കാൻ പോവുക. സ്തോത്രം. ഞാൻ പറഞ്ഞു, യോ മോനെ അങ്ങനെ ചെയ്യല്ല, എന്തുവാ കാര്യം? അപ്പോൾ അവൻ പറയുക, ഞാൻ വീട്ടിൽ ഇരുന്നാൽ എന്നെ കൊല്ലും, റോഡിൽ ഇറങ്ങിയാലും കൊല്ലും. 2 ദിവസമായിട്ട് ഞാൻ പ്രസംഗം കേൾക്കുക. ഞാൻ ഒളിച്ചാരും കാണാതെ ഈ പ്രസംഗം കേൾക്കാൻ ഇന്ന് സ്റ്റേജിൻ്റെ പുറകെ വന്നിരിക്കുകയെന്ന്. സ്തോത്രം. അവൻ സ്റ്റേജിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റത്തില്ല. രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ. അവനാണ് പെരിയ ഇരട്ട കൊലപാതകത്തിനകത്ത് വഴി കാണിച്ചു കൊടുത്ത പുള്ളി. അവൻ ജാമ്യം കിട്ടിയിരിക്കുക. സ്തോത്രം. 2 ദിവസമായിട്ട് അവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രസംഗം കേൾക്കുക. പ്രസംഗം കേട്ടപ്പോൾ അവൻ ഇരിക്കാൻ വയ്യ. 3-ാം ദിവസം ചീനിവളയെ കൂടെ വന്ന് പുറയിലിരിക്കുക. സ്തോത്രം. എന്നിട്ട് എന്നോട് പറയാം, പ്രാർത്ഥിക്കാൻ. ഞാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ വിളിച്ചു. ആ മോനോട് ചോദിച്ചു, നിനക്ക് പ്രായം 32 വയസ്സ്, ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, അമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, എടാ കുഞ്ഞ്, നീ മരിക്കേണ്ടതിന് പകരം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ മരിച്ചു. ഇന്ന് രാത്രി നിനക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. 1000-ങ്ങളെയല്ല കിട്ടിയത്, ഒരു വ്യക്തിയെ കിട്ടി. സ്തോത്രം. ഞങ്ങൾ കൈവച്ചു. രാത്രി 2 ദോശ കഴിച്ചു. ഞാൻ പോയി പെരിയയിൽ പിന്നെ വിളിച്ചു. പാസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. പാസ്റ്ററെ, പിറ്റേ ആഴ്ച അവൻ വന്നു. കൊടുത്ത ബൈബിളുമായിട്ട് ഒരു കള്ളി ഷർട്ടും ഒരു മുണ്ടും കൊടുത്ത് അവന് ഹല്ലേലൂയ പറയാൻ അറിയത്തില്ല. പായ്ക്കകത്ത് വന്ന് കൈ ഉയർത്തുക. സ്തോത്രം. ഇന്ന് രാത്രി പാപയെ തേടി വന്ന യേശു രക്ഷകൻ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് പനച്ചുമൂട്ടിലറിയാം, ഈ ഗ്രൗണ്ടിനകത്ത് 1000 വന്നില്ലെങ്കിലും എവിടോ വീട്ടിനകത്തോ റോഡിനകത്തോ ഒരുവന്റെ ചങ്കിനകത്ത് ഈ വചനം കേൾക്കുമ്പോൾ ഇനി കാലം അധികമില്ലെന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ മുന്നോട്ട് വരുമെന്ന്. എന്തുകൊണ്ടാ കാസർഗോഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു? കേൾക്കണം. നിങ്ങൾ തിരുവനന്തപുരം കണ്ടിട്ടുള്ളൂ. കാസർഗോഡ് എൻഡോസൾഫാൻ അത് കശുമാവിൻ്റെ മേളിലടിച്ചതാ. ഇന്നും കാസർഗോഡ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവദാസന്മാരെ കാലും തളർന്ന് മോണയും തളർന്നതാ. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. വരാനിരിക്കുന്ന ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? നിന്റെ സുന്ദരമായ ശരീരം പൊട്ടിച്ചു തരും. നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന കണ്ണ് തടത്തിൽ ഉരുകും. അടുത്ത വാക്ക് അതുകൂടെ പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കാം. അടുത്തതൂടെ വായിച്ചാട്ടെ. മനുഷ്യൻ്റെ നാവ് വായിച്ചാട്ടെ മക്കളെ. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴിഞ്ഞു പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞടുക്കി പോകും. പക്കത്ത് തമിഴ്നാടിരിക്കുന്നു. മാർത്താണ്ഡ, നാഗർകോവിൽ, സായംകുടി, തടിക്കാർകോണം. രാത്രി മാങ്ങയെല്ലാം എടുത്ത് വെച്ചിട്ട് നല്ല സ്പ്രേ അടിക്കും. സ്തോത്രം. രാവിലെ പനച്ചുമൂട്ടിലും കാട്ടാക്കടയും വെള്ളറുടെയും കിട്ടും. അരിമയാന മാങ്കോ നീലൻ കോട്ടൂക്കോണം. സ്തോത്രം. തലേന്ന് സ്പ്രേ അടിച്ചതാ. അതിലും വലിയ ആറ്റമായുധം പൊട്ടിയാൽ മാങ്ങ പഴുക്കുന്നത് പോലെ മനുഷ്യൻ്റെ നാവ് പഴുത്തു പുഴുത്തു പോകും. ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഈ ലോകമഹായുദ്ധത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? പഞ്ചാങ്കുഴി ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം.
ഒരിക്കൽ കൂടി ഞങ്ങൾ ചങ്ക് കീറി പറയോ, വാതിലുകൾ അടയാറായി. ഇന്ന് രാത്രി ദൈവസഭയ്ക്കുള്ള അവസാനത്തെ ദൂത്, ഇന്ന് രാത്രി പറയണ സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇതോ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നു. ഇന്ന് രാത്രി ആരെ ചേർക്കുവാൻ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരാറായി. പ്ലെയിനകത്ത് വിദേശയാത്ര, വെളിനാട്ടിക്ക് പോയ ആരിക്കത് കൈ ഉയർത്താം. വെളിനാട്ടിക്ക് പോയവർ കരമുയർത്തിയാട്ട്. വിദേശത്ത് ഗൾഫ്, അമേരിക്ക, ഗൾഫ് രാജ്യം സ്വോത്രം ആരിരിക്കുന്നത്? പലരും കരം ഉയർത്തുന്നില്ല. ചിലർ വിചാരിക്കും ഞാൻ വിസ ചോദിക്കുകയെന്ന്. എനിക്ക് വിസയെ വേണ്ട സ്വോത്രം. അല്ലേ തന്നെ ശരീര സുഖമില്ല. ഇവിടെ നാട്ടിൽ പ്രസംഗിക്കാൻ സമയമില്ല, പിന്നെ അങ്ങനെ വെളിനാട്ടിക്ക് പോകുന്ന സ്വോത്രം. இந்த அருமையான நல் செய்திகளை சொல்லும்படியாக இந்த குமரி மாவட்டத்துக்கு அநேக സ്ഥലത്തിരിക്കുന്നു. ഇനി കേരളം വിടാൻ പോകും. அந்த அருமையான பிரதேசம் குமரி மாவட்டம். അവർ പറയുന്നത് ഇങ്ങ പോരെ, ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികളും പിന്നെ എവിടെ പോകാനാണ് സ്വോത്രം. അതുകൊണ്ട് അങ്ങോട്ട് വിടുക. പ്ലെയിനിൽ പോയ വിദേശ രാജ്യത്ത് പോയ ആരുണ്ടെന്ന് കരമുയർത്തിയാട്ടെ സ്വോത്രം. മോൻ കരമുയർത്തി. നിങ്ങൾ ചെന്ന ഉടനെ തിരുവനന്തപുരത്ത് നിന്ന് കയറിക്കോ, ദുബായിക്ക് വിട്ടോ? ഇല്ല. 7 കാര്യം നടന്നു. 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 വിസ, 4 എമിഗ്രേഷൻ, 5 കൗണ്ടർ ചെക്ക്, 6 എമിഗ്രേഷൻ്റെ ചെക്ക്, 7 പുറത്തൂടെ കീക്കി കൂക്കു മെറ്റൽ ഡിറ്റക്ടർ അടിച്ചിട്ട് ആ പ്ലെയിനിൽ കയറ്റി പോയി. അതുപോലെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ 7 കാര്യം വേണം. 1 രക്ഷിക്കപ്പെടണം. രക്ഷ ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രക്ഷിക്കപ്പെട്ട നീ എന്തോ ചെയ്യണം? മാനസാന്തരപ്പെടണം. പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക ഇതെല്ലാം വിടണം. മദ്യപാനം, മയക്കുമരുന്ന്. മാനസാന്തരപ്പെട്ട നീ എന്തോ ചെയ്യണം? അനുദപിക്കണം. അറിയായ്മയുടെ കാലങ്ങളിൽ ഞാൻ ചെയ്ത തെറ്റിനെ ഓർത്ത് അനുദപിക്കണം. അനുദപിച്ച നീ എന്ത് ചെയ്യണം? മുങ്ങി സ്നാനമേക്കണം. പെന്തിക്കോസിൽ ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കാൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. 5 സ്നാനമേറ്റ നീ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുന്ന നീ അവൻ്റെ കാൽവറി മരണം ഓർക്കുന്നത് വരെ തിരുമേശയിൽ പങ്കാളിയാകണം. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാട് അറുക്കപ്പെട്ടു. 7 നീ എന്തോ ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ സ്വർഗം ഇങ്ങനെ വിളിക്കുക, എൻ്റെ കാന്ത്, എൻ്റെ പ്രാവേ. വെളിപ്പാട് 17-18 കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. വെളിപ്പാട് 19:7 കുഞ്ഞുങ്ങളെ, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഇന്ന് രാത്രി മരണം ഏത് സമയത്തും മനുഷ്യനെ പിടിക്കും. മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. നിന്നെ ചേർക്കാൻ യേശു മധ്യാകാശത്തിൽ വരാറായി. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഹല്ലേലൂയ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. പഴയ നിയമത്തിൻ്റെ യാഗപീഠത്തിനകത്ത് 2 പ്രാവുകളെ കൊണ്ടുവരും. കാലിനകത്ത് കൂട്ടിക്കെട്ടിയ പ്രാവ്. ഒരു പ്രാവിൻ്റെ തല പുരോഹിതൻ അറുത്തു മാറ്റും, മറ്റേ പ്രാവ് കണ്ണടച്ചിരിക്കും. പിന്നത്തത് ലേവിയുടെ സംഖ്യ പ്രകാരം ആ പ്രാവിൻ്റെ തലയെടുത്ത് യാഗപീഠത്തിനകത്ത് പിഴിഞ്ഞൊഴിക്കും. ആ പിഞ്ചു പ്രാവിൻ്റെ രക്തം യാഗപീഠത്തിനകത്ത് ഒഴിക്കുമ്പോൾ കൂടെ ഇരുന്ന കുറുപ്രാവ് കണ്ണടച്ചിരിക്കും. യാഗം പൂർത്തിയാകുമ്പോൾ പുരോഹിതൻ്റെ കയ്യിലിരിക്കുന്ന കത്തിയെടുത്ത് താഴെ ഇരിക്കുന്ന പ്രാവിൻ്റെ കാലിൽ കിടക്കുന്ന കയറിൽ ഒരു കട്ടിങ് കൊടുക്കുക. ആ കയറഴിയും ജീവനും കൊണ്ട് സ്ഥലം കാലിയാക്കും. ആ പ്രാവ് പിന്നെ വെള്ളറടയിൽ ഇരിക്കത്തില്ല, ആറാട്ടുകുഴിയിൽ ഇരിക്കത്തില്ല, പനച്ചുമൂടിൽ ഇരിക്കത്തില്ല, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി 5 മരങ്കാലയോ ഹല്ലേലൂയ വെള്ളറടയിലോ പഞ്ചാങ്കുഴിയിലോ കഴിവൻതിട്ടയിലോ ഇറങ്ങി അപ്പച്ചാമ്മച്ചേ, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന നാഥൻ മധ്യാകാശത്തിൽ വരാറായി. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? കർത്താവിൻ്റെ വേലക്കാര്, ഊളിയം ചെയ്യുന്ന കർത്തൃ വേലക്കാര്, അരുമയാന പാടല് പാടുന്ന വാലിബ കൊളുവര്, അപ്പാ അമ്മ തായെ തകർപ്പര്, നമുക്ക് പ്രതിഫലവുമായി നാഥൻ വരാറായി. ജെറുസലേമിനെ ഞാനൊരു പരിഭ്രമപാത്രമാക്കും. അതൊരു ഭാരമുള്ള കല്ലായി വരും. അതിനെ തൊടുന്ന സകലർ കഠിനമായി മുറിവേൽക്കപ്പെടും. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ നാഥൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞ് ആരാധനയിലേക്ക് പോവാം. സമയം അവസാനിക്കുന്നു, എനിക്ക് മടങ്ങി പോകണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നലെ ഞാൻ ടൈറ്റാനിക്കിനെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. എന്താ ഈ ദിവസങ്ങളിൽ ടൈറ്റാനിക്കിനെ അന്വേഷിച്ച് 5 കോടീശ്വരന്മാർ പോയി. വല്ലവരും കാണുന്നുണ്ടോ? കര ഉയർത്തിയാട്ട് 5 കോടീശ്വരന്മാർ, ദുബായ്ക്കാർ, കാനഡക്കാർ. നല്ലൊരു പേടകത്തിൽ, അതിൻ്റെ പേരാ ടൈറ്റാൻ ഓഷ്യാനിക്, അകത്ത് പോയി 5 പേര്. സ്വോത്രം. അവർ ടൈറ്റാനിക്കിൻ്റെ 487 മീറ്റർ എത്തിയപ്പോൾ കടലിലെ മർദ്ദം കൊണ്ട് 5 എണ്ണവും തീർന്നു. സ്വോത്രം. ധനവാൻ കണ്ടില്ലേ? എന്നാൽ ഒരു കഥ ഈ ദിവസങ്ങളിൽ എല്ലാ പത്രങ്ങളിലും വന്നു. ഒരമ്മച്ചി 4 കുഞ്ഞുങ്ങൾ
14 വയസ്സ് മോള്, 11 വയസ്സ് മോള്, 9 വയസ്സ് മോള്, 11 മാസമുള്ള ഒരു ആൺകുഞ്ഞ്. അപ്പനെ തിരക്കി അമ്മച്ചി ഒരു കൊച്ചു വിമാനത്തിൽ യാത്രയായി ആമസോൺ കാടുകളിൽ കൂടെ. വായിച്ചാൽ എത്ര പേരുണ്ട്? കര ഉയരുന്നില്ലല്ലോ. പെൺകൊച്ചുങ്ങൾ ആരും വായിച്ചിട്ടില്ല. സ്വോത്രം, നല്ല കഥയായിരുന്നു. സ്വോത്രം, ഇനി വായിക്കാത്തതിന് ഞാൻ എന്തോ ചെയ്യാനോ. സ്വോത്രം, ആ വിവരിച്ചു 4 കുഞ്ഞുങ്ങൾ 40 ദിവസം കാട്ടിനകത്ത് നടന്നു. കരമുയരുന്നില്ലല്ലോ കേട്ടവർക്കായി. ഇപ്പം കരമുയരുന്നു. സ്വോത്രം, 4 കുഞ്ഞുങ്ങൾ. 14 വയസ്സുള്ള മോള്, 11 വയസ്സുള്ള മോള്, 9 വയസ്സുള്ള കുഞ്ഞ്, താഴെ വെച്ചാൽ നടക്കാൻ പറ്റാത്ത 11 മാസമുള്ള ഒരു ആൺകുഞ്ഞുമായി അവരെവിടെ നടന്നെന്നറിയാമോ? ആമസോൺ കാട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, കരഞ്ഞു പോകും. ആമസോൺ കാടിനകത്തൊന്ന് ഉച്ച കഴിഞ്ഞാൽ മഴയാ. നമ്മുടെ ഈ തൃപ്പരപ്പ് ആറാട്ടുകൂടി അടിക്കുന്ന പോലെ, മണലി അടിക്കുന്ന പോലെ മഴയാ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം അടുത്ത മനസ്സിലാക്കണം, അവിടെ പാമ്പുകളാ ആമസോണിനകത്ത്. ഈ 3 കുഞ്ഞുങ്ങൾ 4 കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു. അവസാനം പട്ടാളക്കാരവരെ കണ്ടുപിടിച്ചു. ആശുപത്രി ട്രിപ്പിടാൻ കൊണ്ടുപോയി. നമ്മുടെ ചാനലുകാരും മിണ്ടിയില്ല. ആ മൂത്ത മോളോട് ഒരു പത്രലേഖകൻ BBC-യുടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ലാസ്റ്റ് 14 days ഹൂ ഈസ് റൂട്ടഡ് ഇൻ ആമസോൺ ഫോറസ്റ്റ്? നിങ്ങളെ ആരാ 40 ദിവസം വഴി നടത്തിയത്? ആ പെങ്കൊച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മൂത്ത മോള് പറഞ്ഞ കാര്യം, ട്രിപ്പ് കൈ കയറുമ്പം an unseen power rooted everything in the forest. കാണാത്ത ഒരു അദൃശ്യ ശക്തി ഞങ്ങളെ 40 ദിവസം ആ വനത്തിനകത്ത് നടത്തി. ഇന്ന് രാത്രി പറ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശത്തെ കൊടുക്കുന്ന നല്ല ദൈവം. പണമുള്ള 5 ഉന്നതന്മാർ അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത്, പേടകത്തിനകത്ത് ടൈറ്റാനിക്കിനെ കാണുവാൻ അവർ പോയപ്പോൾ അവരുടെ പേടകം അവരെ തകർന്ന് സമുദ്രത്തിനകത്തേക്ക് താന്നുപോയി. എന്നാൽ ഒരമ്മയുടെ ഉദരത്തിൽ കടന്ന് 4 കുഞ്ഞുങ്ങൾ വനാന്തരത്തിനകത്ത് 40 ദിവസം നടക്കുവാൻ ഒരദൃശ്യ ശക്തി ആ കുഞ്ഞുങ്ങളെ വഴി നടത്തിയെങ്കിൽ ഇന്ന് രാത്രി പറ, എന്നെ അന്ത്യം വരെ വഴി നടത്തുവാൻ ഇന്ന് രാത്രി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന നല്ല ദൈവം നമ്മുടെ യേശു വരാറായി. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. പ്രിയമക്കളെ, ഈ സത്യ സന്ദേശം കേട്ടിട്ട് ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ, മാനസാന്തരപ്പെടാത്തവർ, അനുദപിക്കാത്തവർ, സ്നാനമേൽക്കാത്തവർ, ആരാധനയിൽ കടക്കാത്തവർ, ഈ 8-ാം മാസം ഒരു പുതിയ തീരുമാനമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാ. നിങ്ങൾ മറ്റൊരു ചർച്ചിൽ പോകുന്നില്ലെങ്കിൽ ഇവിടെയും ആരാധന നടക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്ത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവസഭയിൽ പോവുക. കാലം തീരാറായി, കാന്തൻ വരാറായി. 4 കാര്യം ഇന്ന് രാത്രി ഞങ്ങളോട് അക്കമിട്ട് ഞാൻ നിരത്തി. ജെറുസലേം പരിഭ്രമപാത്രം. 3 ഭാരമുള്ള കല്ല്. അറബ് രാഷ്ട്രങ്ങൾ റഷ്യയും ചൈനയും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കും. കുഞ്ഞാടിൻ്റെ കോപദിവസം. അന്ന് ഉലുവുമല പിളരും. ഭൂമിയിൽ വലിയ വിഷയങ്ങളുണ്ടാകും. ആറ്റം പൊട്ടും. മനുഷ്യൻ്റെ കണ്ണ്, മനുഷ്യൻ്റെ കാഴ്ച, മനുഷ്യൻ്റെ നാവ് അഥവാ നാവ് പഴുത്ത് പുഴുത്തു പോകുക, ശരീരം പൊട്ടിച്ചിതറും. വരാനിരിക്കുന്ന കുഞ്ഞാടിൻ്റെ കോപ ദിവസത്തിൽ നിൽക്കണോ? രക്ഷകന്റെ കാകളത്തിൽ എടുക്കപ്പെടണോ? ഒരിക്കൽ കൂടി ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും ഇന്ന് രാത്രി വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. എഴുന്നേൽക്കാം. നമ്മുടെ നാഥൻ വരാറ്. എല്ലാ കരങ്ങളും അടിച്ച് വീശുക. ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ, ജീവനുള്ള പാട്ട് പാടുവാൻ ശാലേമിൻ്റെ രാജൻ നമുക്ക് വേണ്ടി വരാറ്. എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി കൊയറിനോട് ചേർന്ന് അല്പസമയം 5 മിനിറ്റ് കൂടെ ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രി നമുക്ക് മുഖത്തപ്പെടുത്താം. എല്ലാ കരങ്ങളും അടിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാം. യെസ്, എല്ലാ കരങ്ങളും അടിച്ച് വീശുക. ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. യെസ്, ഈ തോട്ടത്തിനുള്ളിൽ ജീവാവി പകർന്നിടുവാൻ ശക്തിയോടെ ഈ തോട്ടത്തിനുള്ളിൽ ജീവാവി പകർന്നിടുവാൻ ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ, ശക്തിയോടെ ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശാലേം രാജന്മാരെ
വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശക്തിയോടെ ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ക്രിസ്തുവീരരുണർന്നു ശോഭിപ്പാൻ ശക്തിയായൊരു വേല ചെയ്യുക. എല്ലാ കരങ്ങളും അടിച്ച് ക്രിസ്തുവീരരുണർന്നു ശോഭിപ്പാൻ ശക്തിയായൊരു വേല ചെയ്യുക. സാക്ഷിത്വം ഇടിച്ചു കളക സ്നേഹത്താലും നീക്കാം. വിശ്വാസം കൂടട്ടെ ബലം ധൈര്യം നൽകട്ടെ. വിശ്വാസത്തോടെ സാക്ഷിത്വം ഇടിച്ചു കളക സ്നേഹത്താലും നീക്കാം. വിശ്വാസം കൂടട്ടെ ബലം ധൈര്യം നൽകട്ടെ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. പ്രത്യാശയോടെ അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു. പുതുഭാഷ കേൾക്കുന്നു. കുഷ്ഠരോഗം മാറുന്നു. ജനം ഒന്നായി ചേരുന്നു. വിശ്വാസത്തോടെ ഭൂതങ്ങൾ അലറിയോടുന്നു. പുതുഭാഷ കേൾക്കുന്നു. കുഷ്ഠരോഗം മാറുന്നു. ജനം ഒന്നായി ചേരുന്നു. ശാലേം രാജൻ അടച്ചുപോട് ദേശമെങ്ങും മുഴങ്ങിടുന്നു. ഹല്ലേലൂയ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. തീവട്ടികൾ തെളിയിച്ചു കൊള്ളുക. എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ. തീവട്ടികൾ തെളിയിച്ചു കൊള്ളുക. എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ. ശോഭയുള്ള കൂട്ടരോടത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശോഭയുള്ള കൂട്ടരോടത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിയിടുക. ലോകം വെറുത്തിയിടുക. വേഗം ഗമിച്ചിടുക. വാനിൽ പറന്നു പോകാം. സോദരാ നീ ഒരുങ്ങിയിടുക. ലോകം വെറുത്തിയിടുക. വേഗം ഗമിച്ചിടുക. വാനിൽ പറന്നു പോകാം. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ദേവട്ടികൾ തെളിയിച്ചു കൊള്ളുക. എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ. ദേവട്ടികൾ തെളിയിച്ചു കൊള്ളുക. എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ. ശോഭയുള്ള കൂട്ടരോടത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശോഭയുള്ള കൂട്ടരോടത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി നമ്മുടെ യേശു വരാറായി. നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. പാറയുടെ വിളർപ്പില് കടുതൂക്കിലും ഇരിക്കുന്ന പ്രാവേ എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാണ്. കെട്ടുകൾ പൊട്ടുന്ന രാത്രി, പോരുകൾ മാറുന്ന രാത്രി, എല്ലാ ക്യാൻസറുകൾ, എല്ലാ ട്യൂമറുകൾ, എല്ലാ ആർത്രൈറ്റിസുകൾ, എല്ലാ ഹാർട്ട്, എല്ലാ തൈറോയ്ഡ് രോഗങ്ങൾ, ചുണ്ടത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിൻ നാമത്തിൽ പാട്ടുപാടുവാൻ സാക്ഷി ചൊല്ലുവാൻ ദൂതറിയിപ്പാൻ സഭയുണരുവാൻ ജീവനുള്ള പാട്ടുപാടുവാൻ സാക്ഷി ചൊല്ലുവാൻ
ദൂതറിയിപ്പാൻ സഭയുണരുവാൻ. ശാലേം രാജൻ. എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. അവസാന രാത്രി, വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, പുറപ്പാടിന്റെ രാത്രി, അഭിഷേകത്തിന്റെ രാത്രി, രോഗക്കെട്ടുകൾ മാറുന്ന രാത്രി, ശാപങ്ങൾ മാറുന്ന രാത്രി. സൈന്യത്താലല്ല, നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോകാം. സോദരാ, നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു ശാലേം രാജൻ യേശു വരാറായി. മലച്ചുമൂട്, മച്ചാങ്കുഴിയെ യേശു വരാറായി. Oh, Shalom God, yes, presence of Holy Spirit, come to the ground, come to the ground. ആയിരങ്ങൾ യേശുവിനെ കാണുകയാണ്. ദൈവസഭയിൽ ഇറങ്ങുകയാണ്. പട്ടണം വിടുവിക്കപ്പെടുകയാണ്. ശാപക്കെട്ടുകൾ തകരുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം. ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോകാം. അല്പസമയം കരങ്ങളെ തട്ടി പ്രത്യാശയോടെ നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. വചനങ്ങൾ മുഴുവൻ യേശുവിന്റെ വരവിന്, ലോക സംഭവങ്ങൾ മുഴുവൻ